എറണാകുളം വല്ലാർപാടത്ത് ബസ്ലേക്കിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായ ചടങ്ങുകൾ പൂർത്തിയായി വരുന്നു. ഭാരതീയ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷം കൂടിയാണ്. പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസി സമൂഹം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് അദ്ദേഹം നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്, ഓരോ ചടങ്ങുകളായി പൂർത്തിയായി വരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ചടങ്ങാണ്? ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്? ഇൻട്രോഡക്ടറി റൈറ്റ് എന്ന ബലിയർപ്പണത്തിൽ പറയുന്ന അവസ്ഥയാണ് ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ മുഖ്യ കാർമ്മികരെയും ബലിവേദിയിലേക്ക് ആനയിക്കുന്ന പ്രദക്ഷിണമാണ് നമുക്ക് കാണാൻ കഴിയുക. തിങ്ങി നിറഞ്ഞ പന്തലിൽ നടുവിൽ തെളിച്ച വഴിത്താരയിലൂടെ കാർമ്മികര് സന്തോഷത്തിൻ്റെ നിറങ്ങളിൽ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിറപ്പകിട്ടുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിവേദിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. 500-ൽ പരം പുരോഹിതരാണ് ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നത്. ഇതൊരു പൊന്തിഫിക്കൽ ദിവ്യബലിയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് ലയോ 14 പ്രത്യേക പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് കാനോനികമായി ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിശുദ്ധ പിതാവിൻ്റേതാണ്, അതായത് ലയോ 14 മാർപ്പാപ്പയുടേതാണ്. അപ്പോൾ ആ വസ്തുത അംഗീകരിച്ചു കൊണ്ടുള്ള ആദരപൂരിതമായിട്ടുള്ള അച്ചടക്കത്തിൻ്റെ ആ പൂർണ്ണമായ ആവിഷ്കാരം കാണാനാവുന്ന വിധത്തിലുള്ള ആ പ്രാരംഭ പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതല്പം സമയമെടുക്കും. കുറഞ്ഞത് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് എടുക്കും. കാരണം നമുക്ക് ഈ പ്രദർശനത്തിൻ്റെ പുറകുവശത്ത് പിതാക്കന്മാരെ, അതായത് മെത്രാന്മാരെയും മെത്രാപ്പൊലിത്തമാരെയും കർദിനാൾമാരെയും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെത്രാന്മാർ സന്നിഹിതരാണ്. അതുപോലെ തന്നെ സഭ എന്ന് പറയുന്ന ആ വലിയ കൂട്ടായ്മ, അതായത് ദേശം, വംശം, ജാതി, വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ ഇതെല്ലാം നോക്കാതെയുള്ള എല്ലാത്തിൻ്റെയും ഒരു കമ്മ്യൂണിയനായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് സഭ എന്ന് പറയുന്നത്. വലിയ നാനാത്വം, അതേസമയം അതിനുള്ളിൽ ഒരു വലിയ ഏകത്വവും പുലരുന്ന ഒരു വലിയ സംവിധാനമാണ് കത്തോലിക്ക സഭ. അപ്പം അതിൻ്റെ ഒരു കൊച്ചു പതിപ്പെന്നുള്ള നിലയിൽ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള പിതാക്കന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏഷ്യയിൽ നിന്നുള്ളവർ, നമുക്ക് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിലിനെ കാണാം. മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർച്ച് ബിഷപ്പ് ജിറേലി, അതായത് ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൻഷിയോയെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പിതാക്കന്മാർ മന്ദം ബലിവേദിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. 60-ൽ പരം പിതാക്കന്മാരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഈ ചരിത്രപ്രസിദ്ധമായ ഈ സംഭവത്തിൽ, ഈ വിശുദ്ധ ബലിയിൽ പങ്കാളികളാവാൻ എത്തിയിട്ടുള്ളത്. ആ പ്രവേശന ഗാനത്തിൻ്റെ അന്തസത്ത തന്നെ ഈ ഒരു മഹാസംഭവത്തിൻ്റെ ടോൺ ആൻഡ് ടെനർ, അതിൻ്റെ ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആർത്തിരമ്പൽ ധ്വനിപ്പിക്കുന്നതാണ്. അപ്പോൾ ബലിയർപ്പണത്തിൻ്റെ മുഹൂർത്തത്തിൽ ആഹ്ലാദ വായ്പോടുകൂടി ആത്മാവിൽ പുഷ്പവർഷവുമായി അങ്ങനെ സഭ ഒന്നാകെ ഇന്ന് ബലിവേദിയിലേക്ക് എത്തുകയാണ്. വിവിധ റീത്തുകളിൽ നിന്നുള്ള പിതാക്കന്മാരെ നമുക്ക് കാണാം. സീറോ മലങ്കര റീത്തിൽ നിന്നുള്ള ഇഗ്നാത്തിയോസ് പിതാവിനെ നമുക്ക് ഈ പ്രദക്ഷിണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാംബിയയിൽ നിന്നും കോങ്കോയിൽ നിന്നും മറ്റുമുള്ള പിതാക്കന്മാർ ഇവിടെ സന്നിഹിതരാണ്. കാരണം 78 രൂപതകളിൽ, 8 രാജ്യങ്ങളിൽ നിന്നായി 78 രൂപതകളിൽ CTC സന്യാസ സമൂഹത്തിൻ്റെ 1500ഓളം സന്യാസിനിമാർ സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഘോഷാവസരത്തിൽ അവരുടെ ആ വലിയ സേവനത്തിന് അംഗീകാരം എന്ന നിലയിൽ കൂടിയാണ് ഈ പിതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.